വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ടൊന്ന് പോയിട്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. വന്നിട്ട് അവിടുന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷെ ഒന്നും കൂടി നന്നായിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങാം. ഈ ഒരു ക്യാൻഡലിന്റെ ലോ, അതായത് ഈ ഒരു 2 ദിവസം മുന്നേ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാൻഡലിന്റെ ലോയിലേക്ക് മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് എത്താനുള്ള ലെവൽ എന്ന് പറയുന്നത്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്തിടുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ ഒന്ന് പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 3240.532 ആൻഡ് 3254.006. അടുത്തത് 3269.906. അടുത്തത് 3284.189. അടുത്തത് 3299.819. അടുത്തത് 3313.024. ഇനി റെസിസ്റ്റൻസ് ആണ്. 3331.888. 3344.284. അടുത്തത് 3355.063 ആൻഡ് 3368.807. ഇനി കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയും റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അത് രണ്ടിനും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടാം. 3380.665 ആൻഡ് 3393.331. 3405.996. 3418.932. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. പലതവണ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം റിജക്ഷൻ തന്നൊരു ഏരിയയാണ്. ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ എന്ന ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പോ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലെവൽ തന്നെയാണ്. അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു FEG കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ കാണുന്നുണ്ട്. ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു പക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. ബൈ എൻട്രി നോക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷെ ഇവിടേക്ക് തന്നെയായിരിക്കും ആദ്യത്തെ ടാർഗറ്റ് വരേണ്ടത്. അവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുകളിലോട്ട് മാത്രം നോക്കിയാൽ മതി. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഓരോ പുൾ ബാക്കുകൾ എക്സ്പെക്ട് ചെയ്യാം. ഇവിടുന്ന് എല്ലാം ഇതുപോലെ തന്നെ പുൾ ബാക്കുകൾ എക്സ്പെക്ട് ചെയ്യാം. ഒരുപക്ഷെ നല്ല റിവേഴ്സലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെല്ലൻട്രി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സെല്ലൻട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയലി നമുക്കൊരു സെല്ലൻട്രി ഈ ഒരു ലെവലിന്റെ താഴെയാണ് ഉള്ളത്. ഈ ലെവലിന്റെ താഴെ എന്ന് പറയുമ്പോഴും ഇവിടെയും ഒരു 50 മിനിറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം ഇവിടെയും മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് പോയൊരു ഏരിയ ആണ്. അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒന്ന് മുകളിലോട്ട് പോയിട്ട് മാർക്കറ്റ് ഒരു പക്ഷെ മുകളിലോട്ട് പോയി ഒന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് താഴോട്ടേക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു സെല്ലൻട്രി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് വന്ന്
നിൽക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. ഇനി താഴോട്ടേക്ക് സെൽ എൻട്രി എന്ന് പറയുന്നത് വീണ്ടും ഈ ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ശ്രദ്ധിക്കേണ്ട അവിടെ എല്ലാം 50 മിനിറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസോ മറ്റോ ഉണ്ടോ എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയ ഒരു ഏരിയ ആണ്. ഈ ഒരു ലെവൽ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവലാണ് 50 മിനിറ്റ്സിന്റെ. അപ്പോൾ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ ട്രേഡുകൾ നോക്കുക. വലിയ ട്രേഡുകൾ നോക്കണമെങ്കിൽ വലിയ ബ്രേക്ക്ഔട്ടുകളോ മറ്റോ കാര്യങ്ങളോ നോക്കിയതിന് ശേഷം മാത്രമേ വലിയ ട്രേഡുകൾ നോക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.